കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ജിന്നുകൾ രോഗമുണ്ടാക്കും എന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ, അത് അപ്പുറത്തുള്ളതാണെങ്കിൽ അതിൽ സിഫത്തിൽ പങ്കുചേർക്കൽ ഉണ്ടാകും, അത് ശിർക്കുമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദീകരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്, മലക്കുണ്ട്, ജിന്നുണ്ട്. മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണോ അതവർ നിർവഹിക്കും. ജിന്നുകളുടെ പ്രകൃതി അനുസരിച്ച് എന്ത് ചെയ്യാനാണോ അള്ളാഹു അവർക്ക് കഴിവ് നൽകിയത് അതവർ ചെയ്യും. കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അധീനമാണോ ഉള്ളിലാണോ പുറത്താണോ എന്നൊന്നുള്ള ചർച്ചയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല. ജിന്നുണ്ട്. മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണോ അതവർ നിർവഹിക്കും. ജിന്നുകളുടെ പ്രകൃതി അനുസരിച്ച് എന്ത് ചെയ്യാനാണോ അള്ളാഹു അവർക്ക് കഴിവ് നൽകിയത് അതവർ ചെയ്യും. കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അധീനമാണോ ഉള്ളിലാണോ പുറത്താണോ എന്നൊന്നുള്ള ചർച്ചയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല. ജിന്നുണ്ട്. മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണോ അതവർ നിർവഹിക്കും. ജിന്നുകളുടെ പ്രകൃതി അനുസരിച്ച് എന്ത് ചെയ്യാനാണോ അള്ളാഹു അവർക്ക് കഴിവ് നൽകിയത് അതവർ ചെയ്യും. കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അധീനമാണോ ഉള്ളിലാണോ പുറത്താണോ എന്നൊന്നുള്ള ചർച്ചയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല.